ഇന്ന് ഞാൻ എണ്ണ കാച്ചാൻ പോവാണ്. നമ്മൾ കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട്. അപ്പം എല്ലാം ഒന്നും എൻ്റെ കയ്യിലില്ല, കുറച്ച് ഐറ്റംസേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നെല്ലിക്ക, പിന്നെ കറിവേപ്പില, തുളസി, ഇത് ഉലുവ, കുതിർത്ത ഉലുവ. കുതിർക്കാന്ന് വെച്ചാൽ ഞാൻ അധിക സമയമൊന്നുമില്ല, ഒരു 3 to 4 hours മറ്റോ കുതിർത്തിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് സ്വെല്ലായി വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളി, ചെറിയ ഉള്ളിയാണ്, വലിയ ഉള്ളിയല്ല, ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി തന്നെയാണ് എടുത്തത്. പിന്നെ കുറച്ച് കുരുമുളക് എന്താ വെച്ചാൽ ഈ നീരിറക്കം ഉണ്ടാവും എന്ന് പറയുന്നേക്കാം. അപ്പം എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ കുരുമുളക് എന്തായാലും ഇടുന്നത്. ആദ്യം ഈ ഇലകളെല്ലാം ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം മറ്റ് നമ്മൾ ഈ കട്ടിയുള്ള ഈ നെല്ലിക്ക, ഉള്ളി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അരയ്ക്കാം കേട്ടോ. കുരുമുളക് ഞാൻ അരയ്ക്കുന്നില്ല കേട്ടോ, അത് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇലയൊക്കെ നന്നായിട്ട് അരച്ചതിന് ശേഷം ഞാൻ ഈ നെല്ലിക്ക, പിന്നെ ചെറിയ ഉള്ളി, ഉലുവ ഇതൊക്കെ ഇടുന്നത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അരവ് പലതിനും പലതുപോലെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് നാട്ടിൽ നിന്ന് എനിക്ക് കൊണ്ട് തന്ന വെളിച്ചെണ്ണയാണ്. നമുക്ക് നോർമൽ ആട്ടിയ വെളിച്ചെണ്ണയാണ്, അല്ലാതെ ഈ പാക്കറ്റ് ഒന്നും അല്ല. ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് നമുക്ക് തലയിൽ തേക്കാൻ നല്ലതെന്ന് തോന്നി, അതുകൊണ്ട്. ഇനി ഈ അരപ്പെല്ലാം കൂടി ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുരുമുളക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പൊടിച്ചിട്ടില്ല, ഇത് അപ്പാടെ അങ്ങ് ഇട്ടതാട്ടോ. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 500 വെളിച്ചെണ്ണ കേട്ടോ ഞാൻ എടുത്തത്. എന്താ വെച്ചാൽ 1 ലിറ്ററൊക്കെ ആകുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എണ്ണ കാച്ചുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഫ്ലോപ്പായി പോയാൽ എണ്ണ നമുക്കത് വേസ്റ്റ് ആയി പോകുമല്ലോ. അതുകൊണ്ട് 500 വെളിച്ചെണ്ണ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ വെളിച്ചെണ്ണയും അരപ്പും എല്ലാം കൂടെ മിക്സ് ആയിട്ട് തന്നെ വരണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഇത് അടുപ്പത്തേക്ക് വെക്കാൻ പറ്റുള്ളൂ. ശരിക്കും എണ്ണ കാച്ചാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് നല്ലതെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അലൂമിനിയത്തിന് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത തവണ നാട്ടിൽ പോകുമ്പം ചീനച്ചട്ടി മേടിക്കണം എന്ന് വിചാരിക്കുകയാണ്. എന്താ വെച്ചാൽ അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവുമല്ലോ. ഓരോ തവണ നാട്ടിൽ പോകുമ്പോഴും നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് കടത്താനുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിതുവരെയായിട്ട് അത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് ടൈം പോകുന്ന സമയത്ത് ഒന്ന് ശ്രമിച്ച് നോക്കണം എനിക്ക്. ഇപ്പം ഇത് ഓൾമോസ്റ്റ് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. അടുപ്പ് എന്ന് വെച്ചാൽ ഗ്യാസാണ് കേട്ടോ. നമുക്ക് അടുപ്പ് അവൈലബിൾ അല്ലല്ലോ, അതുകൊണ്ട് ഗ്യാസിലാണ് ഞാൻ വെക്കുന്നത്. ആദ്യം ഞാനിതൊന്ന് ഹൈയിലാക്കിയിടാണ്. ഹൈയിലാക്കിയിട്ട് ഒന്ന് തിള വന്നതിന് ശേഷം അത് സിമ്മിലാക്കിയിട്ട് പിന്നെ നമുക്കത് പ്രോപ്പറായിട്ടത് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്തുള്ള ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അത് കുറച്ച് ടൈം എടുക്കും. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ തലയിൽ തേക്കാറ്. നാട്ടിലാവുമ്പോൾ നമുക്കത് അവൈലബിൾ ആണല്ലോ, നല്ല പ്യൂർ കോക്കനട്ട് ഓയിൽ തന്നെ അവൈലബിൾ ആയതുകൊണ്ട് അതിനെയായിരുന്നു യൂസ് ചെയ്യാറ്. ഇപ്പം ഞാൻ ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം ഇവിടെ അങ്ങനത്തെ വെളിച്ചെണ്ണ നമുക്ക് കിട്ടാനില്ല. ഇവിടെ ഈ പാക്ഡ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാവില്ലേ, അതെനിക്ക് അത്ര ഒരു തേക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പാരഷൂട്ട് തന്നെയാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മുമ്പ് ഞാനിവിടെ പഠിക്കുന്ന സമയത്ത് ഒരു 4.5 വർക്ക് ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും ഒരു 4-4.5 വർഷത്തോളം ഈ പാരഷൂട്ട് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പം എനിക്ക് എൻ്റെ മുടിക്ക് ഇതിലായിട്ടും പ്രശ്നമൊന്നും തോന്നിയില്ല. ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ഏതോ ഒരു ഇൻസ്റ്റഗ്രാം റീലിൽ കണ്ടു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അത് പ്യുവർ കോക്കനട്ട് ഓയിൽ അല്ല, എന്തൊക്കെയോ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോൾ ഏതോ ഒന്നിൽ അങ്ങനെ കാണുകയും ചെയ്തു. അപ്പം തൊട്ട് എനിക്ക് ഒരു പേടി തോന്നി തുടങ്ങി, ഇനിയിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത്. എനിക്ക് എൻ്റെ മുടിക്ക് ആക്ച്വലി ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും എവിടെയോ ഒരു പേടി കുടുങ്ങിയപ്പോൾ പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നിയില്ല. പിന്നെ നാട്ടിൽ നിന്ന് എൻ്റെ വീട്ടുകാർ വന്നപ്പം എനിക്ക് ആട്ടിയ വെളിച്ചെണ്ണ കൊണ്ടു തന്നു. പിന്നെ ഞാൻ കാച്ചാന്ന് വിചാരിച്ചു. ഈ ചെറിയ ഉള്ളിൻ്റെ സ്മെല്ല് വല്ലാതെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് ഡിസ്കംഫേർട്ട് തോന്നി. ഞാൻ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചിലപ്പം അതിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കും. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അത് കുറയ്ക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. നമ്മുടെ എണ്ണയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇത്ര അങ്ങോട്ട് മാറണമെന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷെ എൻ്റെത് ഈ കളറായി പോയിട്ടുണ്ട്. എനിക്ക് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല.
ഇത് ഒരു ബോട്ടിലേക്ക് ഞാൻ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം നമുക്ക് ചൂട് തണിഞ്ഞതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. എടുത്തപ്പം 500 ml ഉണ്ടായിരുന്നത് ഇപ്പം കുറഞ്ഞ് പകുതിയായി 250 ml ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കാച്ചിയ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇപ്പം കളറ് മാറിയിട്ടുണ്ട്. ഇത് ഞാൻ അരിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കോട്ടൺ നമ്മുടെ മല്ലിൻ്റെ തുണിയില്ലേ അതിൽ അരിച്ചാൽ കുറച്ചുകൂടി വൃത്തിയിൽ കിട്ടുന്നു. ഇത് ഞാൻ നോർമൽ അരിപ്പ് എടുത്തിട്ടാണ് കേട്ടോ അരിച്ചത്. അതുകൊണ്ട് ചെറിയ കുഞ്ഞു പാർട്ടിക്കിൾസ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ സെഡിമെൻ്റ് ആയി കിടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇത്രയും ഇവിടുന്ന് പറ്റുള്ളൂ. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് മല്ലിൻ്റെ തുണിയൊക്കെ കിട്ടില്ല. ഇപ്പം നാട്ടിൽ പോകുമ്പോൾ എന്തായാലും കുറച്ചുകൂടി ഇത് എനിക്ക് വർക്ക് ആവുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം കേട്ടോ. ഞാനിത് കുറച്ച് അപ്ലൈ ചെയ്തു. എനിക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഞാൻ ഈ പാരഷൂട്ടോ അല്ലെങ്കിൽ നോർമൽ നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു നോർമലായിട്ടാണ്. പക്ഷേ ഇത് അപ്ലൈ ചെയ്തപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആയതുപോലെ എനിക്ക് തോന്നി. എനിക്ക് തോന്നലാണോ അറിയില്ല. ഞാൻ കാച്ചിയ എണ്ണ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇപ്പം ഒന്ന് ട്രൈ ചെയ്തതാണ്. ഇനി നീരിറക്കം ഉണ്ടാവുമൊന്നും അറിയില്ല കേട്ടോ. ഇതുവരെ എനിക്ക് കുറച്ച് സമയമായി ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ട്. ഇതുവരെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഞാൻ അധികം തലയിൽ വെക്കില്ല. പെട്ടെന്ന് തന്നെ ഷാമ്പൂ ചെയ്ത് കളയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.